നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലേലും നിന്റെ ഭാര്യ ഹരിശ്ചന്ദ്രന്റെ പെങ്ങളാണല്ലോ, അതല്ലേ നീ വിശ്വസിക്കൂ. ഇന്ന് പ്രണവിനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട ഇവള് നാളെ നിന്നെയും ഓടിച്ചു വിടും. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോയത്? ഒരുത്തനെ കാണാനില്ല. പക്ഷെ അതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. പരസ്പരം കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി മാറ്റി എല്ലാവരും. നിങ്ങളൊക്കെ ആദ്യം പ്രണവിനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന് നോക്ക്. ഇല്ലെങ്കിൽ പറ, ഞാൻ പോകാം. ഞാൻ പോയി നോക്കാം അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന്. വേണ്ട ആന്റി, എനിക്ക് പ്രണവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രണവ് എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ച് തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. ആന്റി, ആന്റി എന്റെ കൂടെ ഒന്ന് വരുമോ? ആ, ഞാൻ വരാം. നീ ഇറങ്ങ. ഗൗതം, വാ, നമുക്കൊന്ന് പോയി നോക്കാം. എവിടെ പോയി ഇപ്പൊ അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാം. വാ ഇങ്ങോട്ട്. അമ്മേ, ഈ കരഞ്ഞു വിളിച്ച് വീപ്പി കൂട്ടാൻ നിൽക്കണ്ട. എവിടെയായിരുന്നാലും അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരും. എന്റെ ഭഗവാന്, എന്റെ കുഞ്ഞ്. എന്നാലും ഈ പ്രണവ് ഇത്ര മരമണ്ടനായി പോയല്ലോ. നിധി അതിനു വേണ്ടി ആരാ? അവൾക്ക് ഈശ്വരമംഗലത്ത് എന്ത് സ്ഥാനമാ ഉള്ളത്? അവളുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി പോയിരിക്കുന്നു. പ്രണവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. പ്രണവ് ഒരാണല്ലേ. ഒരു വീട്ടിലെ മെജോറിറ്റി ആൾക്കാരും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തിയ പിന്നെ എന്ത് ചെയ്യാന്? ഒരാള് കഥകില് മുട്ടി വിളിച്ച് തല്ലാനായിട്ട് വിളിച്ചിറക്കുന്നു. അടുത്ത ആള് ഇരുട്ടില് പതിയിരുന്ന് തല്ലാൻ ചെല്ലുന്നു. മനുഷ്യനല്ലേ ആന്റി? അല്ല ശിവാനി, രാത്രിയില് പ്രണവ് ഇറങ്ങിപ്പോകാൻ നേരത്തല്ലേ നിധി തടഞ്ഞു നിർത്തി തല്ലിയത്? അയ്യോ, അത് പ്രണവ് ഇറങ്ങിപ്പോയതൊന്നുമല്ല. കുറച്ചു നേരം പുറത്തു നിന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്, കുറച്ച് മനസമാധാനത്തിന്. അപ്പോ പ്രണവ് ഇറങ്ങിപ്പോകുന്നത് നീ കണ്ടിരുന്നു അല്ലേ? പിന്നെ കാണാതെ ഞാൻ പ്രണവിന്റെ പിന്നാലെ മുറിയിൽ ഇറങ്ങി വന്നല്ലോ. താഴെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ബാൽക്കണിയിൽ നിന്ന് കാണുമല്ലേ. അങ്ങനെയാണെങ്കിൽ നിധി പ്രണവിനെ തല്ലാൻ കയ്യോങ്ങിയപ്പോ അതിൽ ഇടപെടുന്നതിന് പകരം നീ എന്തിനാ വീഡിയോ എടുത്തത്? അത് പിന്നെ വീഡിയോ അപ്പൊ ഞാൻ സ്റ്റെപ്പിന്റെ താഴെ എന്തെന്ത്? അല്ല അല്ല ആന്റി, ഞാനിപ്പോ ആ വീഡിയോ എടുത്തോണ്ടല്ലേ ഇപ്പൊ എല്ലാരും അത് കാണിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റിയത്. ദൈവമേ, ആ വീഡിയോ കൂടി ഇല്ലായിരുന്നെങ്കിലേ പ്രണവ് നാട് വിട്ടു പോയത് ഞാൻ കാരണമാണെന്നും കൂടി പറഞ്ഞു നടന്നേ. നീ ഒരു കാര്യം ചെയ്യ, പ്രണവിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ഒരൊറ്റ ഫ്രണ്ട്സിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എടി, ആരുടെയെങ്കിലും വീട് അറിയായിരിക്കുമല്ലോ. വഴി പറയ്, നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. അവിടെ നിന്ന് ആരുടെയെങ്കിലും നമ്പർ കിട്ടാതിരിക്കില്ല. അതിനും പ്രണവ് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട് വേണ്ടേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? ആ, എങ്കിൽ പിന്നെ ഈ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് നോക്ക്. നീ നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയതല്ലോ. ഇവനത് എവിടെ പോയി കാണുമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. നമ്മളിങ്ങനെ വെറുതെ കാർ ഓടിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തായാലും നമുക്കൊന്ന് നോക്കാം ഗൗതം. ഒരുപക്ഷെ കണ്ടു കിട്ടിയാലോ? നീ കാണിച്ചത് ആവശ്യമില്ലാത്ത പണിയായി പോയി. വഴക്കിടാനും തല്ലാനും കൈ വാങ്ങാനും ഒന്നും പോണ്ടായിരുന്നു. അല്ലാതെ തന്നെ അവന്റെ സ്വഭാവം കലികയറി നിൽക്കുക. അവനെന്തു പറയുന്നു പോലും ഒരു പിടിയില്ലാത്ത അവസ്ഥയാണിപ്പോ. നീ കാണിച്ചാണ് വിഡ്ഢിത്തരം. അവനെ ഞാൻ എന്റെ നിഖിലിനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ ഒരു കൊച്ചനുജൻ. അവന്റെ വായിന്ന് വേണ്ടാത്തത് കേട്ടപ്പോ അറിയാതെ ഒന്ന് കൈയോങ്ങിപ്പോയി. എന്നിട്ടിപ്പോ എന്തായി? പ്രണവ് വീട് വിട്ട് ഇറങ്ങിപ്പോയതിന്റെ കാരണക്കാരി നീ ആയി. നീ തല്ലിയത് കൊണ്ടാ അവൻ ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർക്കാൻ ശിവാനിക്കായില്ലേ? അതിന്റെ ഇടയിൽ ഒരുത്തിയാണെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അതാണ് അതിലും വലിയ രസം. ശിവാനി എന്തൊക്കെയോ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാ ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട് ഗൗതം.
പ്രണവിന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നു നോക്കായിരുന്നു ഞാൻ. എന്നാലും നിധി പ്രണവിനെ തല്ലുന്ന സമയത്തും ആ വീഡിയോ എടുക്കാൻ നീ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് കാണാതിരിക്കാൻ പറ്റില്ല ശിവാനി. ദേ, എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കാതെ വഴിയിലെങ്ങാനും പ്രണവ് നടന്നു പോകുന്നുണ്ടോന്ന് നോക്ക്. എന്താ നീ പ്രണവ് ഇവിടെ എങ്ങനെ നിപ്പുണ്ടോ? വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇറങ്ങ്, നമുക്ക് ഇവിടെ എങ്ങാനും ഒന്ന് അന്വേഷിക്കാം. എന്താ പ്രണവിനെ കണ്ടോ നീ? ആന്റി ആന്റി ഇതേ നോക്കി. എന്താ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പ്രണവല്ല ആന്റി, നോക്കി ആ ബോർഡ് നോക്ക്. സർബത്ത് ഷാർജ ഫ്രൂട്ട് സലാഡ് നിറനീടി സർബത്ത്. നമുക്കൊരു ഫ്രഷ് ജ്യൂസ് കുടിച്ചാലോ? സത്യത്തിൽ നിന്റെ കെട്ടിയോനെ തന്നെ അല്ലേ കാണാതെ പോയിരിക്കുന്നത്? പ്രണവിനെ കാണാത്ത ടെൻഷനില് പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാനിരുന്ന് വണ്ടി ഓടിക്കുക. അപ്പോഴും നിനക്ക് ഫോണിൽ കളിയും ജ്യൂസ് കുടിക്കലൊക്കെയാ പരിപാടി അല്ലേ? എടി ശിവാനി, നിനക്ക് ഒരു ടെൻഷനും ഇല്ലേ? അതല്ല ആന്റി, എനിക്കങ്ങനെ ടെൻഷൻ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഉള്ളിൽ വല്ലാത്തൊരു പേടിയാ. ടെൻഷനൊന്നും അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രണവിനെ കാണാതായതിന് പിന്നില് നിനക്കെന്തെങ്കിലും കൈയുണ്ടോ? അയ്യോ ആന്റി, അല്ല, നിന്റെ ഓരോ പെരുമാറ്റത്തിലും എനിക്ക് സംശയം തോന്നുക. നീ എന്താ ശിവാനി ഇങ്ങനെ? സത്യത്തില് പ്രണവ് നാട് വിട്ടു പോയത് തന്നെയാണോ, അതോ ഇത് നിന്റെ ഏതെങ്കിലും പ്ലാനിങ് ആണോ? കഷ്ടമുണ്ട് ആന്റി, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? പ്രണവിനെ അന്വേഷിച്ചിടന്ന് ഈ റോഡിലെങ്ങാനും ഞാൻ ശരീരം തളർന്ന് ബോധം കിട്ടി വീണു പോകുന്ന എന്റെ പേടി. എനിക്കെന്റെ പ്രണവിനെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് നിന്നല്ലേ പറ്റൂ. അതുകൊണ്ടാ ഞാൻ എന്തെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച. ഒരു തുള്ളി വെള്ളം താഴേക്ക് ഇറങ്ങുമെന്ന് തോന്നില്ല, എങ്കിലും ജീവൻ കടന്നല്ലേ പറ്റൂ. പക്ഷെ ആന്റി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. എനിക്കത് ഇറങ്ങൂല. ജലപാനം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കെന്റെ പ്രണവിനൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ തളർന്ന് വീഴുന്നെങ്കിൽ വീണോട്ടെ. ആന്റി വാ. ഏയ് വേണ്ട, ഇനി അങ്ങനെ പോണ്ട, നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോവാം. വേണ്ട ആന്റി, എനിക്ക് വേണ്ട. അത് ശരിയാവില്ല. ദേ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ ഈ പേരും പറഞ്ഞ് നീ വഴിയിൽ തല ഇറങ്ങി വീഴും. എന്നിട്ട് പിന്നെ നിന്നെയും കൂടി ഞാൻ ചുമക്കേണ്ടി വരും. ജ്യൂസ് കുടിച്ചിട്ടേ നമ്മളിനി അന്വേഷിക്കുന്നുള്ളൂ. ആന്റിക്ക് അത്ര നിർബന്ധമാണോ ജ്യൂസ് കുടിക്കണമെന്ന്?